ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്തൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ്സും അല്ലാതെ റെഗുലർ വെയറിന് പറ്റുന്ന സെറ്റ്സുമാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവരിൽ നിന്നും നമ്മൾ നറുക്കിട്ട് 3 പേരെ വീതം യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും 3 പേരെ വീതം തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോൺടെക്സ്റ്റിലും നിങ്ങൾ പങ്കെടുക്കുക, അതിനകത്ത് വിന്നേഴ്സ് ആകുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സാരി ഗിവ് അവേ വീഡിയോൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. യൂട്യൂബിലെ നമ്മുടെ 3 വിന്നേഴ്സിനെ ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സാരി വെച്ചായിരിക്കും ഓരോ വിന്നറിനും കിട്ടുക. ഫസ്റ്റ് വിന്നർ പ്രൊഫൈൽ നെയിം കാണിച്ചു തരാം. അപ്പോൾ ഇതാരാണോ വിന്നർ അവർ നമുക്ക് ഇതയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക അവരുടെ അഡ്രസ്സോടെ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വിന്നർ അവരുടെ പ്രൊഫൈൽ നെയിം ഗിഫ്റ്റി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് ഫസ്റ്റ് വിന്നറിൻ്റെ. സെക്കൻഡ് വിന്നറിൻ്റെ പ്രൊഫൈൽ നെയിം ലത സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ മെരിയ ജേക്കബ് തേർഡ് വിന്നർ. ഓരോ മാസവും നമുക്കിതേപോലെ ഗിവ് അവേ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗിവ് അവേയിൽ ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യമല്ല, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലാകുമ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ റെഗുലർ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ 3 സാരീസാണ് ഇപ്രാവശ്യം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ്. ബേബി പിങ്ക് ഷെയ്ഡിൽ ഇതൊരു സിൽക്കി കോട്ട മെറ്റീരിയലിൽ ഓൾ ഓവർ ദ ഫ്രണ്ട് പോർഷൻ ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ്. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇതേപോലെ കോൺട്രാസ്റ്റ് വെച്ചിട്ടുള്ള നല്ലൊരു ട്രീ ആൻഡ് ബേർഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ദാമൻ പോർഷനിലും ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4950 സിൽക്കി കോട്ടയിൽ വന്നിരിക്കുന്ന സെറ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേപോലെ സിൽക്കി കോട്ടയിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ഇതിൻ്റെ എംബ്രോയിഡറി വർക്കിൻ്റെയൊക്കെ നല്ലൊരു ഫിനിഷിങ് ആട്ടോ. ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ഇതിനകത്തെ കൂടെ വന്നിരിക്കുന്ന. 2 സൈഡിലും ഈ ഒരു ബോർഡറും ബോഡിയിൽ ഫുൾ ഈ ഒരു വർക്കും കൂടെയാണ് വരുന്നത്. സെയിം ടോണിൽ വരുന്ന ബോട്ടം 4950. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ, ഗ്രീനിഷ് ടോൺ, സെയിം പാറ്റേൺ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റാട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോഴും നല്ല അടിപൊളി സെറ്റാണ്. ഇതൊക്കെ നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റുകളുമാണ്. നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ നല്ല ടാസൽസൊക്കെ അറ്റാച്ച്ഡാണ് ദുപ്പട്ടയിൽ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലും ഇതേപോലെ തന്നെ അതിൻ്റെ വർക്ക് ഭയങ്കര ഫിനിഷിങ് കേട്ടോ. അതിൻ്റെ ആ ഒരു ട്രീയുടെയും ബേർഡിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ വർക്ക്. ഇത് കണ്ടോ, ദുപ്പട്ടയിൽ നല്ല ആ വർക്ക് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോട്ടം വരുന്നത്. 4950 കോട്ട സിൽക്ക് മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അടുത്ത് വരുന്നത് നമുക്ക് 2980 നല്ല ടസറിൻ്റെ അതേ ഫീലിൽ വരുന്ന ഒരു മെറ്റീരിയൽ. അയ്യോ, അത് ടസറാണോ എന്ന് തന്നെ നമുക്ക് മാറിപ്പോകും കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ യോക്ക് കണ്ടോ, യോക്കിൽ നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. 2980. ദുപ്പട്ട ഒരു രക്ഷയില്ല, അടിപൊളി ദുപ്പട്ട. പിങ്കിൽ ശരിക്കും പ്രിൻ്റഡ് ടസറിൻ്റെ ഷോളിട്ട് അതേ ഫീലിൽ നിൽക്കുന്ന സെറ്റ്. ഒരു ബേജിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. അതിൻ്റെ ബേസ് കളറെല്ലാം വന്നിരിക്കുന്ന പിങ്കിൽ തന്നെ വരുന്ന ബോട്ടം. ബ്യൂട്ടിഫുൾ സെറ്റ്സ് 2980. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ്. ശരിക്കും ടസറിൻ്റെ അതേ ഫീലിലാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്. അതിനകത്ത് അടുത്ത കളറ് ദുപ്പട്ടയാണ്. ദുപ്പട്ട നോക്കി, ഇത് പ്രിൻ്റഡ് ടസറല്ല എന്ന് ആരും പറയില്ല, അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. 2980. ഒരു ഗ്രേയിഷ് ബ്ലൂ,
അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേസ് കളറ് ഒരു ബേജ് ടോൺ തന്നെ. അതിനകത്ത് ബേസ് കളറാണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡാട്ടോ. ഹാൻഡ് വർക്ക് ആൻഡ് ലാവൻഡർ ടോണിൽ വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. 2980. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ. എല്ലാം നല്ല സൂപ്പർ കളേഴ്സ്. അതെ, അയ്യോ എന്ത് രസം ഇതൊക്കെ, ഭയങ്കര ബ്യൂട്ടി. ഈ പ്രിൻ്റ് ടസർ മാറി നിൽക്കും, അത്രയും ഫിനിഷിങ്ങിലാണ് അത് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഷാമ്പു വാഷ് ചെയ്താൽ മതി. അടുത്തത് വരുന്നത് ഇതിൻ്റെ 3280. ഇത് നമ്മുടെ പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്ക്രീൻ പ്രിൻ്റ് അല്ല, ബ്ലോക്ക് പ്രിൻ്റാണ്. നല്ല പ്യുവർ കോട്ടൺ, അത്യാവശ്യം തിക്നെസ് ഉള്ള കോട്ടണാണ്. ലൈനിങ് ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതെ, നല്ല തിക്നെസ്, നല്ല അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ. ഇത് ശരിക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിന് റേറ്റും കൂടുതൽ വരുന്നത്. പിന്നെ പ്യുവർ കോട്ടണുമാണ്. ബ്ലാക്കാണ് ബേസ് കളർ വന്നിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് ഒരു ഓണിയൻ പിങ്ക്. ദേ ഇതിനകത്ത് പ്യുവർ ഡോറിയ കോട്ടൺ കോട്ടയിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. അതിനകത്ത് ഇങ്ങനെ ആപ്ലിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. 2 ബോർഡേഴ്സും ലോവർ പോർഷനും അതേപോലെ ബോഡിയിലും. ആൻഡ് ബ്ലാക്കിൽ വന്നിരിക്കുന്ന ബോട്ടം. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഇതൊരു ബേസ് കളർ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ടോൺ. അതിനകത്ത് ഇത് നല്ലൊരു ഗ്രേഷ് ബ്ലൂ ടൈപ്പാണ് അതിനകത്ത് ഇത് വന്നിരിക്കുന്നത്, ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട കണ്ടോ, പ്യുവർ ഡോറിയ ദുപ്പട്ടയാണ്. അതായത് കോട്ടൺ ദുപ്പട്ട എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഡോറിയ. ആൻഡ് ബ്ലാക്കിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്തത് വരുന്നത് ഇതും കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2980. ഇതും നല്ല പ്യുവർ കോട്ടൺ ആട്ടോ, പ്യുവർ കോട്ടണിൻ്റെ കണ്ടോ ഇങ്ങനെ ഒരു മാർബിൾ ഡിസൈൻ എന്ന് പറയും, ത്രെഡ് അല്ലേ, മാർബിൾ ഡിസൈൻ പോലെയാണ് ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ. ഇതൊക്കെ നല്ല കോട്ടൺ ആട്ടോ, ഇതിനൊന്നും ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല പ്യുവർ ഷിഫോണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട, എന്നിട്ട് ക്രോഷ്യോ ലേസും കൂടെ എൻ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അതിൻ്റെ തന്നെ ഒരു പിങ്ക് ആൻഡ് ലാവൻഡർ. യോക്കിൽ ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. റേറ്റ് വരുന്നത് 2980. പ്യുവർ കോട്ടൺ ആട്ടോ. കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് കോട്ടൺ വരും കേട്ടോ. ഇതൊക്കെ നല്ല ഒറിജിനൽ പ്യുവർ കോട്ടണാണ്. ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. 2980. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.